എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് 2 ഫയലുകൾ നൽകിയിരിക്കുന്നു. ആ 2 ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. 2 ഫയലുകളുടെയും റീഡിംഗ് ഒന്നാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഫയൽ ഓരോന്നായി തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത ഫയൽ മനസ്സിൽ കണ്ടുകൊണ്ട് റീഡിംഗ് തുടരുക. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. ജനറൽ റീഡിംഗ് ആണ്, ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ബാധകമായില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയുക. ഏതെങ്കിലും ഒരു ഫയൽ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കാർഡിലേക്ക് പോവുക. നമുക്ക് കാർഡിലേക്ക് പോകാം. നമ്മൾ 6ാമത്തെ കാർഡാണ് ആദ്യം ചെയ്യുന്നത്. 10 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വല്ലാത്തൊരു ബാധ്യത വന്നിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട്. അമിതമായൊരു ഭാരം ആ വ്യക്തിയുടെ തലയിലേക്ക് വീണിരിക്കുന്നു. ആ വ്യക്തി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഒരുപക്ഷെ ഒരു സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസോ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയാകാം. എങ്ങനെയായാലും ഒരു പ്രതിസന്ധി ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ പ്രതിസന്ധി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിൽ ഭാരമായിട്ട് അത് നിൽക്കുകയാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യവും കൃത്യമായി ആ വ്യക്തിക്ക് മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായി മാറിയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അത് അല്പം പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ വലിയ ഭാരം മനസ്സിലേക്ക് വന്നതോടുകൂടി ആ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. മാനസികമായി സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ കാർഡിൽ തന്നെ ആ ഭാരത്തോടൊപ്പം തന്നെ അത് ഏറ്റുപിടിക്കാൻ കുറച്ച് ആളുകളും ഒരു ഗ്രാമീണ അന്തരീക്ഷവും നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അതായത് ഈ വന്നിരിക്കുന്ന പ്രതിസന്ധി എത്ര കാഠിന്യമേറിയൊരു പ്രതിസന്ധിയാണെങ്കിലും അതിനെ ആ വ്യക്തി തരണം ചെയ്യും. ഇപ്പോഴല്ലെങ്കിൽ മറ്റ് ഒരു സമയത്ത്, അധികം താമസമില്ലാതെ. ഈ കണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ വ്യക്തി ആശങ്കപ്പെടുന്നത് പോലെ ആ പ്രതിസന്ധി ഒരു വലിയ പ്രതിസന്ധിയല്ല. അതിനെ തരണം ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. സാമ്പത്തികമായ ബാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങൾ അറിയാതെയാകാം, അറിഞ്ഞിട്ടാകാം, വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കപ്പെടും. പക്ഷെ നിലവിലെ സ്ഥിതിയിൽ ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ ഒക്കെ സാമ്പത്തിക നില പരിങ്ങലിലാണ്, വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഭയപ്പെടുന്ന രീതിയിലല്ലാതെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും. അത് ഒരു വലിയ ആശ്വാസം നിങ്ങൾക്ക് നൽകേണ്ടതാണ് ഈ കാര്യം കേൾക്കുമ്പോൾ. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടോ പറയാതെയോ വെച്ചിരിക്കുന്ന ആ പ്രതിസന്ധി തരണം ചെയ്ത് മാറുക തന്നെ ചെയ്യും. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് 1ാമത്തെ കാർഡിലേക്കാണ്. നിങ്ങൾക്ക് ബാധകമായ 1ാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. ഇത് 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് 5 വടികളുമായി കുറച്ച് പേര് നിന്ന് എന്തോ ഒരു അധ്വാനം ചെയ്യുന്നു, എന്തോ ഒരു പണി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മരണമോ അല്ലെങ്കിൽ ഒരു പരിക്കോ സംഭവിക്കാനിരിക്കുന്ന ഒരു വഴക്കിലേക്കല്ല പോകുന്നത്. അങ്ങനെ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ സമതലത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അതായത് ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടാകുന്നു. അതായത് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരു ടീം വർക്കായിട്ട് ചില കാര്യങ്ങൾ, ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ചില ജോലികൾ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രതീകമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സമതലമില്ല, മലകളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പൊതുവായി അംഗീകാരത്തോടുകൂടി 2 കൂട്ടരുമോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ ചേർന്ന് നിങ്ങളൊരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതായത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കുറച്ച് ആളുകളുമായി ചേർന്ന് നിന്ന് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഒന്നുകിൽ അങ്ങനെ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ കാണാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ മടിച്ചു വെക്കുന്ന കാര്യം മനസ്സ് തുറന്നു പറഞ്ഞ് ചിലരുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ വിജയിക്കാൻ കഴിയും. ഐക്യം ആവശ്യമാണെന്നും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി
മാറ്റാൻ കഴിയും. പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളോട് തുറന്നു പറയുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതിസന്ധിയായിട്ടിരിക്കുന്ന ഒരു വസ്തുത വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും. അത് പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങളോടത് തുറന്നു പറയണം. നിങ്ങളോട് തുറന്നു പറയപ്പെട്ടാൽ നിങ്ങളത് ഇങ്ങനെ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ആ വ്യക്തി ഉപദേശിക്കാം എന്നുള്ളതാണ്. ഏതായാലും വലിയ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയത്തിലുള്ള തർക്കമോ വഴക്കോ അല്ല അത്. പൊതുവായിട്ട് ഒരു സമതല പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുകയാണ്. അതായത് ഒരൊറ്റ ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. അവരൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ അധ്വാനത്തിലൂടെ വിജയം നേടാൻ കഴിയും. അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ തോന്നുന്ന ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കഴിയുമെന്നുള്ള ഒരു സൂചന നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ നൽകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാകാം, പക്ഷേ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ വരുന്നത്. ഈ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരോ തമ്മിൽ ഒരാശയ വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കിതിൽ നിന്ന് വ്യാഖ്യാനിക്കാം. ആ അഭിപ്രായ വ്യത്യാസം മാറി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് വേണ്ടതും. അല്ലെങ്കിൽ ഒന്നിലധികം അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള ഒരു അകൽച്ച നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളതിനെ ഇത് സൂചിപ്പിക്കാം. അപ്പോഴും നിങ്ങളും അത് കരുതേണ്ടത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വഴക്കായി വലിയ അകൽച്ചയിലേക്ക് പോകുമെന്നൊരു സൂചനയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയ്ക്കുള്ളൊരു സൂചനയാകാം ഈ ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൃഷ്ടാന്തങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് നിങ്ങൾക്കുള്ള ഒരു സൂചനയാണ്. നമുക്ക് ജീവിതത്തിലൊരു അടി അല്ലെങ്കിൽ ഒരു തകർച്ച കിട്ടിയതിന് ശേഷം മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഇതുപോലെ ഒരു റീഡിങ്ങിലൂടെ കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. അഭിപ്രായ വ്യത്യാസവും സംഘർഷത്തിലൂടെയും അകലാനുള്ള സാധ്യത നിങ്ങൾ മനസ്സിലാക്കുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സൂചന അവിടെയുണ്ട്. തീർച്ചയായിട്ടും വിജയത്തിലേക്കുള്ള വഴി അത് തന്നെയാണ്. നമുക്കിനി രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മറ്റൊരാളുടെ ആശ്രയം വേണ്ട അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, വെല്ലുവിളിയുടെ ഒരു ഘട്ടത്തിൽ ആ വ്യക്തി നിൽക്കുകയാണ്. പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. അതായത് ഏറ്റവും മോശമായൊരവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നു. നിങ്ങളിൽ നിന്ന് തന്നെയാണ് ആ സഹായം ആ വ്യക്തിക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ ഈ ഒരു കാർഡ് കിട്ടുന്നത്. രണ്ടാമത്തെ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു വിനാശകരമായൊരു കാലഘട്ടം, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുള്ളൊരു കാലഘട്ടത്തെ നമുക്കിവിടെ സൂചിപ്പിക്കാം. അനങ്ങാൻ പറ്റാത്ത എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന, ഒന്ന് ചലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, സാമ്പത്തികമായും ഭൗതികമായും ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആ വ്യക്തി അകപ്പെടുക. ഇപ്പോൾ നിങ്ങളിൽ നിന്നുള്ള മാനസികവും മറ്റുമായ സപ്പോർട്ട് ആ വ്യക്തിക്ക് തീർച്ചയായും വേണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത്രത്തോളം ഒരു വലിയ പ്രതിസന്ധിയിൽ ആ വ്യക്തി വീണ് കിടക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെടേണ്ടതുണ്ട്. ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. രക്ഷപ്പെട്ടാൽ മാത്രമേ ആ വ്യക്തിക്ക് അതിൽ നിന്നും കരകയറാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും പ്രതിസന്ധി ഉള്ളതുമായ ഒരു ഘട്ടമാണ്. അതിൽ നിങ്ങളുടെ സഹായം വേണം. ഒരുപക്ഷെ മാനസികമായിട്ട് പോലും ആ വ്യക്തി തളർന്നിരിക്കാം. നിങ്ങളോട് സഹായങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടത് മറച്ചു വെക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളത് കൃത്യമായി അറിഞ്ഞ് പ്രവർത്തിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഈ കാർഡിൽ 2 വ്യക്തികളെ നിങ്ങൾക്ക് കാണാം. ടാരോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറയുന്നാൽ അത് അതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശമുണ്ട്. ഒരു കാർഡ് നമ്മൾ ഒരു വ്യക്തി സ്പൈലായി സ്വീകരിച്ച് പറയുമ്പോൾ ഈ കാർഡ് റീഡിങ് പറയുന്ന വ്യക്തിയുടെ തീരുമാനം അല്ല യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ കടന്നു വരുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്ത് പറയണമെന്ന്
മുൻകൂട്ടി നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഈ കാർഡിൽ 2 വ്യക്തികളെ കാണുന്നുണ്ട്. അതായത് 2 വ്യക്തികൾക്ക് പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ അതിലൊരു വ്യക്തി നിങ്ങളും ആകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപോലെ ഭൗതികമായ ഒരു ബുദ്ധിമുട്ടിൽ ഉലയുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കാർഡ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമം, ദുഃഖം, പ്രതിസന്ധി എന്താണെന്ന്. പുറത്തേക്ക് പോകാൻ കഴിയാത്തത്ര ഇതിൽ നിങ്ങളതിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിലൊരാൾ ക്ഷാമം കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൊണ്ട് കുഴഞ്ഞു നടക്കുന്നതായിട്ട് കാണാം. മറ്റേയാൾ വടി കുത്തി നിൽക്കുന്നതും കാണാം. അതായത് 2 പേരെയും 2 തരത്തിലാണ് ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആകാം, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ആകാം. ഒരാൾ കുഴഞ്ഞു പോവുകയാണ് ഓൾറെഡി, മറ്റേയാൾ വടികുത്തി നിൽക്കുകയാണ്. 2 പേരും 2 രീതിയിൽ മാനസികമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിഹ്വലതകൾ 2 രീതിയിൽ അനുഭവിക്കുന്നു. ഒരേ രീതിയിൽ ആ പ്രതിസന്ധി നേരിടുമ്പോഴും 2 പേരും മാനസികമായിട്ട് അതിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ നരകയാതനയുടെ ലെവൽ വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആ 2 വ്യക്തികളുടെ, ഇപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയുടെയോ മനോഭാവത്തിലുള്ള വ്യത്യാസമാകാം. അപ്പോൾ ആ 2 പേരും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തന്നെയാണോയെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയും മറ്റൊരാളും ആകാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 2 വ്യക്തികളാകാം. പക്ഷെ അവർ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളോട് പറയാതിരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ആ ദുഃഖം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രതിസന്ധിയുടെ ആ ഒരു ചുറ്റപ്പെട്ട ഒരു മുറിക്കുള്ളിൽ നിങ്ങൾക്കൊരു ജനൽ കാണാം. ആ ജനൽ ചില്ലിൻ്റെ ജനലാണ്. അതിൻ്റെ പെൻറ്റക്കിൾസിൻ്റെ 5 ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണാം. അതായത് പുറത്തേക്കൊരു വഴി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും വലിയ പ്രശ്നം അനുഭവിക്കുമ്പോഴും നിങ്ങൾക്കൊരു പോംവഴി പുറകിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കാണുന്നില്ല. നിങ്ങൾ ആ പോംവഴിക്കെതിരായ ദിശയിൽ ചിന്തിച്ച് മാനസികമായി വിഷമിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. ആ പ്രതിസന്ധി നിങ്ങളെ ഉടൻ വിട്ട് മാറുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായ, മാനസികമായാലും ശാരീരികമായാലും ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കതിൽ നിന്ന് മോചനം ലഭിക്കും. തീർച്ചയായിട്ടും ആ മോചനം നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അടി വരില്ല. ഇനി നിങ്ങളിതിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയാണ് വരാൻ പോകുന്നത്. അവർ തണുത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഹിമപാതം, മഞ്ഞ് വീഴ്ച ആ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ്. അതൊരു മുറിയായാലോ അല്ലെങ്കിൽ ഒരു എന്ത് കെട്ടിടമാണെങ്കിലും ആ കാടിൽ കാണുന്നത്, അവിടെ ഹിമപാതമുണ്ട്. അതായത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കൊട്ടും അനുകൂലമല്ല. നിങ്ങൾ ആ സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാണ്. നിലവിലുള്ള അവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുകയും നിങ്ങളതിൽ നിന്ന് പുറത്തു വന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നു. നിങ്ങൾ ഈ പ്രതിസന്ധിയെ മറികടന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള സൂചന ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള സാമ്പത്തിക ഭൗതിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെല്ലുവിളി പ്രതിസന്ധിയിൽ നിങ്ങളൊട്ടും തളർന്നു പോകേണ്ട. നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത അവിടെയുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കതിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കാൻ കഴിയാതെ ഒരു മുറിക്കുള്ളിലോ ഒരു രഹസ്യമായ സ്ഥലത്തോ നിങ്ങൾ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നു. പതുങ്ങിക്കൂടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് പറയുന്നു. നിങ്ങൾ ധൈര്യമാണ് ഈ സമയത്ത് കാണിക്കേണ്ടത്. ഇതിനെ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യത്തോടെ നിന്നാൽ മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് മറികടക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി ഇത്തരം പ്രതിസന്ധികളോട് നിങ്ങളോട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യം കൊടുക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ചിലരിൽ നിന്നുള്ള ഒരു സഹായം നിങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്. അതിവിടെ കാണുന്നുണ്ട്. അതിനുള്ള ശ്രമം നടത്തുക. അത് ശ്രമം നിങ്ങൾക്ക് വിജയിപ്പിക്കാനും സാധിക്കും.
മാത്രമല്ല നിങ്ങളുടെ സഹനശക്തിയുടെ അളവ് വർദ്ധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്കിനി മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഈ കാർഡ് വിരസതയെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ചെയ്യുന്ന പ്രവൃത്തിയോ നിലവിൽ ഉള്ള ജീവിത സാഹചര്യമോ ഈ വ്യക്തിയെ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അതിൽ നിന്ന് വിട്ട് പോകണമെന്ന് ഈ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നു. ഈ വിരസത ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മാനസികമായും ശാരീരികമായും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വിരസത ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുകയാണ്. വിരസമായ മാനസിക നിലയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും. അത്തരം ആ പ്രതിസന്ധി ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയുമായി തുറന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. മാനസികമായിട്ട് അത്രത്തോളം ഒരു വിഷമസന്ധിയിലാണ് ആ വ്യക്തി ഉള്ളത് എന്നുള്ളത് കൃത്യമാണ്. മാറ്റത്തിനുള്ള ആഗ്രഹം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. രണ്ടാമതായി നേരത്തെ പറഞ്ഞതുപോലെ വിരസതയും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. മാറ്റത്തിനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മാറ്റത്തിനായിട്ട് ആ വ്യക്തി കൊതിക്കുകയാണ്. മാറ്റം ആ വ്യക്തിയെ സംബന്ധിച്ച് അനിവാര്യമാണ്. മാറ്റമില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം ആ വ്യക്തിക്ക് ആവശ്യം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിലൂടെ മാത്രമേ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ. വിരസതയിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെടാൻ നോക്കുന്നതും നിലവിലുള്ള മാറ്റമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ വീട് മാറുക, സ്ഥലം മാറുക, ജോലിസ്ഥലം മാറുക, പോകുന്ന രാജ്യം മാറുക, ഈ നിലവിലുള്ള രാജ്യത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്നിത്യാദി ചിന്തകളുമായി തൻ്റെ ജീവിതത്തിൽ മാറ്റത്തെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ മാറ്റം പോസിറ്റീവായിരിക്കും. ഈ മാറ്റത്തെ ഓർത്ത് ഭയപ്പെടേണ്ട. ഈ മാറ്റം പോസിറ്റീവായിട്ട് വളർച്ചയെ സൂചിപ്പിക്കുന്നു. ആ വളർച്ചയിലേക്ക് എത്താൻ കഴിയുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഒഴിഞ്ഞുമാറലിലേക്കും ആ വ്യക്തി കടന്നു പോയേക്കാം. മാറ്റം എന്ന കാര്യം ഇപ്പോൾ വിരസമായ ആ വ്യക്തിയുടെ മാനസികാവസ്ഥയിൽ നിന്നും മാറ്റത്തിലേക്കും ഒരു ഒഴിഞ്ഞുമാറലിലേക്കും ആ വ്യക്തി പോയേക്കാം. പരസ്പരം ഒഴിഞ്ഞുമാറി പോകാൻ ആ വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഒഴിഞ്ഞുമാറൽ ഉണ്ടാകും. ആ വ്യക്തി നിലവിൽ കണ്ട സ്വപ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അതാണ് ആ വ്യക്തി അങ്ങനെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ആ വ്യക്തി ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്കും തോന്നും. കാരണം ഇതുവരെ ആ വ്യക്തി തൻ്റെ സ്വപ്നമായി കണ്ടിരുന്ന ചില വസ്തുതകളിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കാണാം. അത് ആ ഒഴിഞ്ഞുമാറ്റം ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് കൃത്യമായി നടക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ കാർഡിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു തടാകത്തിൽ നിന്നും പിൻവലിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുടെ ചിത്രം കാണാം. ആ വ്യക്തി ഇതുവരെയും ജീവിച്ച ഭൂതകാലത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആ വ്യക്തിയുടെ ചിന്തകളും ആ വ്യക്തിയുടെ ബന്ധങ്ങളും ഒഴിവാക്കി മാറി പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് വിരസതയും സമാധാനക്കുറവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാകാം. അങ്ങനെ ഒരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ ഒരു കരിയറിലുള്ള മാറ്റമാകാം. ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ജോലി മാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് എത്താൻ ആ വ്യക്തി ശ്രമിക്കുന്നതാകാം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ആ വ്യക്തിയെ വീർപ്പുമുട്ടിക്കുന്നു. മാറ്റം ആഗ്രഹിക്കുന്നു. ഭൂതകാലത്തിൽ പറ്റിയ തെറ്റുകളും കുറ്റബോധങ്ങളും നഷ്ടബോധങ്ങളിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം കൂടിയേ തീരൂ. ആ മാറ്റം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് ഈ കാർഡ് നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയെയോ സൂചിപ്പിക്കുന്നത് മാറുക എന്നുള്ളതാണ്. മാറിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളിലേക്കും ക്രിയാത്മകമായും മാറുക. ജീവിതത്തിലൊരു പുതിയ അധ്യായം തുറക്കുക എന്നുള്ള സന്ദേശവും നിങ്ങൾക്ക് നൽകുകയാണ്. ആ അധ്യായം തുറന്നാൽ മാത്രമേ ഇനി ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നു. അടുത്ത കാർഡ്, അതായത് നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഭൗതികമായ ഒറ്റപ്പെടലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ വെല്ലുവിളികൾക്കുള്ളൊരു ഉത്തരം ഈ നാലാമത്തെ കാർഡ് നൽകുകയാണ്. പ്രായോഗികതയുടെയും സമൃദ്ധിയുടെയും ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. പ്രായോഗികത, അതായത് ജീവിതത്തിൽ ഈ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചത് പ്രതിസന്ധി മുതലാണെങ്കിൽ നിങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് സമൃദ്ധിയുടെ അടുത്താണ്, അഭിവൃദ്ധിയുടെ അടുത്താണ്. എല്ലാ പോംവഴികളുടെയും സാമ്പത്തികമായി
നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി പോസിറ്റീവായിട്ട് വലിയൊരു വളർച്ചയിലേക്ക് നിങ്ങളെത്തുന്നു. ആ വളർച്ച നിങ്ങളെ ഏറെ സഹായിക്കും. ആ വളർച്ച നിങ്ങളെ ഏറെ പിന്താങ്ങും. ആ വളർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൊണ്ടുവരും. സാമ്പത്തികമായും ഭൗതികമായും മാനസികമായും ഒക്കെ സംരക്ഷണവും സുസ്ഥിരതയും പോംവഴികളും പ്രായോഗിക ബുദ്ധിയും നിങ്ങൾക്ക് വരികയാണ്. ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യം മാറുകയാണ്. ഏതായാലും സത്യമുള്ള ഒരു കാർഡ് സെലക്ഷൻ ഇതിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത രീതിയിൽ ആ കാർഡിൻ്റെ സെലക്ഷൻ, നിങ്ങൾ ഏത് പൈല് സ്വീകരിച്ചാലും നിങ്ങൾക്കിത് സൂട്ടാവുന്ന രീതിയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റത്തിലേക്ക് എത്തുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് നിങ്ങൾക്ക് നൽകുന്നത് അതാണ്. മുമ്പ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് മാനസികമായി മാറി നിന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇനി നിങ്ങൾ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇനി നിങ്ങൾ നേതൃത്വത്തിലേക്കും പ്രായോഗികമായ തലത്തിൽ എല്ലാത്തിനെയും നയിച്ച് എല്ലാത്തിൻ്റെയും അധിപൻ അല്ലെങ്കിൽ അധിപയാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. സമൂഹത്തെ പരിപോഷിപ്പിക്കാനും സമൂഹത്തെ സംരക്ഷിക്കുവാനും സമൂഹത്തെ സത്യസന്ധമായി നയിക്കാനുള്ള ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു. മുമ്പ് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ എല്ലാം ഫലങ്ങൾ ലഭിക്കുന്നത് ധനമായും സ്ഥാനമായും സൗഭാഗ്യമായും മംഗളകരമായ ജീവിതാവസ്ഥയുമായിട്ടൊക്കെ മാറാം. ഒരുപാട് ആശയങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നതിൻ്റെ സഫലീകരണവുമായും ഇത് മാറും. അപ്പോൾ എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു നിർവഹണവും ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ ആർക്കും വേണ്ടാത്തവരായി നിങ്ങൾ നിലനിന്നെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനും സ്വീകാര്യയുമായി നിങ്ങൾ മാറുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഈ കാർഡിലൊരു സിംഹാസനവും ആ സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ആയ വ്യക്തിയുടെ കയ്യിലൊരു ഗോളവും കാണുന്നു. അത് ലോകത്തെ മുഴുവനും കയ്യിലേന്താനുള്ള അധികാര ശക്തിയിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളതാണ്. നിങ്ങളുടെ അധികാരം വർദ്ധിക്കുകയും എല്ലാം നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും. ഉന്നതിയിലെത്തും എന്നുള്ളതാണ് അതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളെന്ന് കരുതിയാൽ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ, ആര് രക്ഷപ്പെട്ടാലാണോ നിങ്ങൾ രക്ഷപ്പെടുന്നത് ആ വ്യക്തി എന്നിങ്ങനെ നമുക്ക് അനുമാനിക്കാം. ആ വ്യക്തിയുടെ മാനസിക നില, ആ വ്യക്തിക്ക് നാളെ ഉണ്ടാകുന്ന വളർച്ച, നിങ്ങളോടൊത്തുള്ള ആ വിജയം, ഇതൊക്കെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. അദ്ദേഹം ധാരാളം ധനം കൈകാര്യം ചെയ്യുന്നു. ആ അധികാരത്തിലിരിക്കുന്ന വ്യക്തി, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ധനം കൈകാര്യം ചെയ്തിരിക്കുന്നു. മുന്തിരിവള്ളികൾ നിങ്ങൾക്ക് കാണാം. ഇത് സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും, നിങ്ങൾ ചെയ്യുന്ന സംരംഭം, തൊഴിൽ, നിങ്ങളുടെ മറ്റ് വ്യാപാര വാണിജ്യ സാമ്പത്തിക ഭൗതിക നീക്കങ്ങൾ, ഇതിൻ്റെ എല്ലാം വിളവെടുപ്പ് ഉണ്ടാകുന്നു. അതിലൂടെ എല്ലാം സമൃദ്ധിയും ആ മുന്തിരി വള്ളികൾ സൂചിപ്പിക്കുന്നുണ്ട് കാർഡിൽ. അപ്പോൾ ഏറ്റവും നല്ല സമൃദ്ധിയുടെ പ്രതീകമായൊരു കാർഡ് തന്നെയാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ വ്യക്തി ആശങ്കപ്പെടേണ്ട, ആ വ്യക്തിക്ക് വളർച്ചയുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടം ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് അനുകൂലമായ കാലത്തേക്ക് നിങ്ങളെത്തും. നമുക്ക് 4ാമത്തെ കാർഡ്, അവസാനമായിട്ട് ആ കാർഡിൻ്റെ റീഡിങ് പറയാം. ലൈഫ് ഓഫ് കപ്സ് എന്നറിയപ്പെടുന്ന ഒരു കാർഡാണ്. ജീവിതത്തിൽ ഏറ്റവും നിർണായകവും ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാർഡാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പ്രണയസംബന്ധിയായിട്ടൊരു വേദന ആ വ്യക്തിയിൽ, ഒരു വിരസത ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നു. ഒരു വിരഹത്തിൻ്റെ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയ ദുഃഖം അവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. നിങ്ങളെ ആ വ്യക്തി കൃത്യമായി സ്നേഹിച്ചിരിക്കാം. പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ആ വ്യക്തിയിലൊരു വീക്കം, പ്രണയത്തെ സംബന്ധിച്ച് മനസ്സ് വിങ്ങുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ പ്രണയിച്ചിരിക്കാം, നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നയസമീപനങ്ങളോ പെരുമാറ്റങ്ങളോ പ്രണയസംബന്ധിയായിട്ട് ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായി നമുക്കിവിടെ അറിയാം. പക്ഷെ അതൊന്നും നിങ്ങളോട് തുറന്നു പറയാതെ ആ വ്യക്തി എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടൊത്തുണ്ടായിരുന്ന നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചുള്ള ദുഃഖമുണ്ട്. ആ ദുഃഖം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ആ പ്രണയ ദുഃഖം സമ്മാനിക്കുന്നുണ്ട്.
ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത്തോടെ, ഏറ്റവും കൂടുതൽ ദുഃഖത്തോടെ ആ വ്യക്തി അതിനെ കാണുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ദുഃഖം അതിലൂടെ പ്രകടമാകുന്നുണ്ട്. നിങ്ങളോട് പലപ്പോഴും ആ വ്യക്തി ആ പ്രണയത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ എന്നോട് ഇത്രത്തോളം ആഗ്രഹമുണ്ടോ, എന്നോട് ഇത്രത്തോളം ഇഷ്ടമുണ്ടോ എന്നുള്ള വസ്തുത നിങ്ങൾക്ക് കൃത്യമായി അറിയാനും കഴിയണമെന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് കൃത്യമായ ഇഷ്ടമുണ്ട്. ആ പ്രണയം ആ വ്യക്തി കാണുന്നുമുണ്ട്. ആ വ്യക്തിയുടെ ഒരു പെരുമാറ്റം കൊണ്ട് ഉണ്ടായൊരു അകൽച്ചയാണ്. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഈ പ്രണയം അകന്നു പോയത്. നിങ്ങളുടെ വ്യക്തിയുടേത് മാത്രമായ പ്രവർത്തനം കൊണ്ടാണ് ഇത് അകന്നു പോയത്. അതിൻ്റെ ഒരു കുറ്റബോധം ആ വ്യക്തിക്കുണ്ട്. അതിൻ്റെ ഒരു കുറ്റബോധത്താൽ, ജാള്യതയാൽ നിങ്ങളോടൊന്നും പറയാൻ കഴിയാതെ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇത്രത്തോളം വിഷമം ഉണ്ടാവുന്നത്. നിങ്ങളുടെ കുറ്റമല്ല, ആ വ്യക്തിയുടെ കുറ്റമാണ്. തൻ്റെ വാക്കോ പ്രവൃത്തിയോ മൂലമാണ് താൻ സ്നേഹിക്കുന്ന വ്യക്തി തന്നിൽ നിന്ന് അകന്നു പോയതെന്നുള്ള കൃത്യമായ അവബോധം ആ വ്യക്തിക്കുണ്ട്. ടാരോട്ട് കാർഡിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രീയതയിലേക്ക് നാം പോവുകയാണെങ്കിൽ, ഈ കാർഡ്, 4ാമത്തെ കാർഡിൽ ഒരു വ്യക്തി മുഖം മറച്ച് നിൽക്കുന്നത്, തിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അതായത് തൻ്റെ പ്രവൃത്തി മൂലമാണ് നിങ്ങളുമായി അകൽച്ച വേണ്ടി വന്നത് എന്നുള്ള കുറ്റബോധത്താൽ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ പുറംതിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത്. ചലനം ഇല്ലാത്ത പോലെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയുടെ പ്രവൃത്തിയുടെ കുറ്റബോധം ആ വ്യക്തിക്ക് ഇവിടെ ബോധ്യമാകുകയാണ്. മനസ്സ് കുറ്റബോധത്താൽ ഉരുകുകയാണ് എന്ന് പറയാൻ കഴിയും. അതൊരു പ്രണയത്തിനെ സംബന്ധിച്ചാണ് എന്നുള്ളതും വ്യക്തമാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന 4 കപ്പുകൾ കാണാം. അത് നഷ്ടപ്പെട്ടു പോയ ധനത്തിൻ്റെയോ അവസരങ്ങളുടെയോ പ്രണയത്തിൻ്റെയോ ഒക്കെയാണ്. അത് തൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്, തൻ്റെ വാക്കോ പ്രവൃത്തി കൊണ്ടോ ആണ് നഷ്ടപ്പെട്ടത് എന്നുള്ള ബോധ്യവും ആ വ്യക്തിക്കുണ്ട്. അങ്ങനെ വലിയ നിരാശയുടേതായ ഒരു നില അവിടെ ദൃശ്യമാണ്. എന്നാൽ ഒരു കപ്പ് ഇപ്പോഴും അവിടെ നേരക്ക് നിൽക്കുന്നത് കാണാം. ഒന്നല്ല, ചിത്രത്തിൽ 2 കപ്പുകൾ നാം കാണുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയെന്ന് ആ വ്യക്തി ചിന്തിക്കുന്ന പ്രണയം, അതിനിപ്പോഴും അതിൻ്റെ ശകലങ്ങൾ ബാക്കിയുണ്ടെന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് ഉള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിൽ ശേഷിക്കുന്ന പ്രണയത്തെക്കുറിച്ചോ ഇഷ്ടത്തെക്കുറിച്ചോ നഷ്ടപ്പെട്ടത് ഇനിയും നേടിയെടുക്കാൻ കഴിയുമെന്നോ ആ വ്യക്തി കാണുന്നില്ല. നിങ്ങൾക്കതറിയാമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുക. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മാനസികമായ നിലയും അതാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ വ്യക്തി ഇപ്പോഴും മടിക്കുന്നു, പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ആ വ്യക്തിക്ക് നിങ്ങൾ നൽകേണ്ടതും ഈ കാർഡിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നതും പഴയ കാര്യങ്ങൾ വിട്ടുകളയുക, കൂടുതൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകുക, വ്യക്തിയെ, അതായത് നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഈ ബന്ധം നിലനിൽക്കേണ്ടതാണ്. കാരണം ഭൗതികമായ സൗകര്യങ്ങൾക്കപ്പുറത്ത് മാനസികമായിട്ട് നിങ്ങളിലുണ്ടാകുന്ന പ്രണയത്തെ ആ വ്യക്തി മനസ്സിലാക്കണം. നിങ്ങളോട് ആ വ്യക്തി കൂടുതൽ കരുണ കാണിക്കണം. നിങ്ങളും അതിനുള്ള സാഹചര്യം നൽകണം. അവസാനത്തെ കാർഡിനെക്കുറിച്ച്, 6ാമത്തെ കാർഡിനെക്കുറിച്ച് നാം ആദ്യം തന്നെ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ കാർഡ് റീഡിംഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ഇതൊരു ടാരോട്ട് കാർഡിൻ്റെ ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ബാധകമാകണമെന്നില്ല. പക്ഷേ നിങ്ങളിൽ പലർക്കും ഇത് ബാധകമാകും. ബാധകമാകാത്തവർ വിട്ട് കളഞ്ഞേക്കുക. മാത്രമല്ല, 2 പൈലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. പൈൽ സെലക്ഷൻ ഇതിൻ്റെ അടിസ്ഥാനമായതുകൊണ്ട് മാത്രം നാം കണക്കാക്കുന്നതാണ്. പക്ഷേ 2 പൈലുകളിൽ ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രമായിരിക്കണം വീഡിയോ തുടർന്ന് കാണേണ്ടത്. നിങ്ങൾക്കത് ബാധകമാകുകയും ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ പുതിയ വീഡിയോകളുമായി നമുക്ക് ഉടൻ എത്താം.